റോസിന് ഒരു ഗെറ്റ് റെഡി വിത്ത് മീ ചെയ്യാം. ഇതിൽ യൂസ് ചെയ്തേക്കുന്ന എല്ലാ സാധനവും എന്റെ ഫ്രണ്ടിന്റെയാണ്. ആകെ ഇട്ടിരിക്കുന്ന ഡ്രസ്സ് മാത്രമേ എന്റേതായിട്ടുള്ളൂ. അപ്പൊ നമ്മൾ ആദ്യം ഇടുന്നത് പോൺസിന്റെ മോയ്സ്ചറൈസർ ആണ്. അടുത്തത് ഇടുന്നത് സൺസ്ക്രീൻ ആണ്. ഇപ്പൊ വൈറൽ ആയിക്കൊണ്ടിരിക്കുന്ന സീക്ക സൺസ്ക്രീൻ ആണ് ഇട്ടത്. ഇത് വാങ്ങിക്കാനായിരുന്നു ഇന്നലെ നമ്മൾ പോയത് ഗൈസ്. എന്തായാലും ഇത് വാങ്ങണം, അടിപൊളി സൺസ്ക്രീൻ. അടുത്തത് നമുക്ക് കൺസീലർ ഇടാം. എന്തായാലും ഒരു വഴിക്ക് പോവില്ലേ, എല്ലാം വാരി ഇട്ടേക്കാന്ന് പറഞ്ഞ് ഇവിടെ കാണുന്നതെല്ലാം ഇടുന്നുണ്ട്. എന്റെ മുഖത്ത് അടയാളം ഉള്ളതുകൊണ്ട് ഇത് ഞാൻ കുറെ വാരി ഇട്ട്. എല്ലാം എനിക്ക് ചേരാത്ത ഷെയ്ഡാണെന്നൊക്കെ ഞാൻ പിന്നെയാണ് അറിയുന്നത്. അടുത്ത നമുക്ക് BB ക്രീം ഇടാം. എടി ഇത് എന്റെ ഷെയ്ഡ് അല്ലായിരിക്കും അല്ലേ, ഭയങ്കരമായിട്ട് വെളുത്തിരിക്കൂടി. ഇങ്ങനത്തെ അനാവശ്യ പ്രോത്സാഹനം കാരണം ഞാൻ ഇതും വാരി കുറെ ഇട്ട് അവസാനം പ്രേതത്തെ പോലെയൊക്കെ ഇരുന്ന് മാച്ചെന്റെ ഊപ്പാട് വന്ന്. ഇത്രയൊക്കെ ആയിട്ട് അവള് കൊള്ളാടി എന്നാണ് പറഞ്ഞത് ഗൈസ്. ഇനിയിപ്പോ പോട്ട് ഐലൈനർ വരച്ച് നമുക്കിത് കംപ്ലീറ്റ് ചെയ്യാം. ജലദോഷം പിടിച്ചോണ്ട് എന്റെ സൗണ്ട് ഫുള്ളും പോയിരിക്കുകയാണ്. അല്ലെങ്കിലേ ചിരട്ടയിൽ പാറയിട്ട് വരയ്ക്കുന്ന സൗണ്ട് എന്നാണ് പറയാറന്നെ. അപ്പൊ പിന്നെ ഇതും കൂടെ ആയപ്പോ ശുഭം. അടുത്തതിന് നമുക്ക് മസ്കാര ഇടാം. ഐലൈനർ വരയ്ക്കുമ്പോഴും മസ്കാര ഇടുമ്പോഴൊക്കെ ഞാൻ ഇങ്ങനെ അന്തം വിട്ടാണ് ഇരിക്കുന്നത്. അത് കഴിഞ്ഞ് ഐബ്രോ ഒക്കെ വരച്ച് സെറ്റ് ആക്കി. വരച്ചേന്നുമില്ല, അവളേലത് ഉള്ളതുകൊണ്ട് അതെടുത്ത് ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആക്കിയിട്ട് വെച്ച്. ഇനി എന്റെ മെയിൻ ഐറ്റം ഇടാം, ലിപ്സ്റ്റിക്. സൈഡിൽ അവളും ഉണ്ട്, ഓരോന്ന് പറഞ്ഞ് തിന്ന് അവിടെ ഇരിക്കുകയാണ്. ആ ലിപ്സ്റ്റിക് കൂടെ ഇട്ടപ്പോഴാണ് ഞാൻ BB ക്രീമിന്റെ പവർ അറിഞ്ഞത്. ഭയങ്കര പുട്ടി ഇട്ട പോലത്തെ ഒരു ഫീൽ ആയിരുന്നു. ഭയങ്കര പുട്ടിയാ. പിന്നെ ഞാൻ കൊറേയൊക്കെ തേച്ച് മാച്ചൊക്കെ കളഞ്ഞു. പൊട്ടില്ലാത്തോണ്ട് ഐലൈനർ വെച്ചാണ് പൊട്ടൊക്കെ ഇട്ടത്. പിന്നെ കമ്മലൊക്കെ ഇട്ട് സെറ്റായി. അപ്പോഴത്തേക്കും വിയർത്ത് കുളിച്ചൊരു പരുവായിട്ടുണ്ടായിരുന്നു. മുഖം പിന്നും തുടച്ചൊക്കെ സെറ്റാക്കി. അപ്പൊ കുറച്ചൊക്കെ ഓക്കെ ആയി. അവസാനം എങ്ങനെയാ ഞാൻ ഇത് അവസാനിപ്പിച്ചു. അപ്പൊ ഓക്കെ.